But Vibin, you have to get me some more detailed prints. അതെ കുരുവിത്തടം. എന്നത്തിന്? എന്റെ തമ്പുരാനെ കാത്തു. പിന്നെ പത്രമാഫീസ്. എടോ സഭാപതി, പോലീസിന് എല്ലാത്തിനാണോ പേടി? പത്രമാഫീസിലല്ല, എവിടെ വേണേ കയറി പിടിക്കാലോ പോലീസിന്. താൻ ധൈര്യമായിട്ട് പോരെ. ബേവിച്ചലാ പറയുന്നത്. വാ. പിന്നെ ആ സപ്ലിമെന്റിന്റെ മാറ്ററോടെ ഒന്ന് റെഡിയാക്കണം. കേട്ടുല്ലോ? എടോ അമ്പലവാസി, എടോ വാറേ, തന്റെ മറ്റവനെ കസ്റ്റഡിയിൽ എടുക്കാൻ പോണത് തന്റെ നന്ദഗോപാലിന്. അത് ഇപ്പോഴേക്ക് എത്തും പോലീസ്. എന്തിന്? എടോ മറ്റേ അരവിന്ദൻ ചത്തില്ലേ, അതുമായിട്ട് ഏതാണ്ട് ഇടപാടുണ്ടെന്ന് ഇയാൾക്ക്. ഈശ്വര. ചെല്ലടോ, ചെന്ന് ഇറക്കിക്കൊണ്ട് വാ തെണ്ടിയെ. നന്ദൻ. എന്താ മാഷ്, എന്തു പറ്റി? നന്ദൻ പെട്ടെന്ന് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറണം. എന്തിന്? യെസ്, കമൻ. ബുദ്ധിമുട്ടാവുന്നറിയാം, പക്ഷെ നിങ്ങൾ എന്നോട് വരണം. അല്ല, കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. സർ, മരിച്ചു പോകുന്നതിന് മുമ്പ് മിസ്റ്റർ അരവിന്ദൻ നിങ്ങൾക്കെതിരെ എഴുതി കൊടുത്ത പരാതിയുടെ കോപ്പി അത് നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. പോലീസ് നിങ്ങളെ ചോദ്യം ചെയ്യണം. ദാ വാറണ്ട്. ബോസ്, കം. അങ്ങോട്ട് ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോ മാറോ. മാറി നിൽക്കണോ? മാറാൻ. സാർ കേരളം. ഇഡിയറ്റ്, അവിടെ നിർത്തവനെ. അവന്റെ ഒരു സാറ്. ഇവനെ വിലങ്ങ് വെച്ചിറക്കി കൊണ്ടുവരാനല്ലോ പറഞ്ഞു വെച്ചത് തന്നെയൊക്കെ. സാർ, ഇദ്ദേഹം എന്ന് വിളിക്കാൻ ഇവൻ ആരാടോ? ഈ തെണ്ടി തന്റെ DGP-യോ അതോ തന്റെ വെക്കണോ വിലങ്ങ്? സാർ, കൈയെടുക്കണം മിസ്റ്റർ. അയ്യോ, എങ്ങനെ? കൈ ഒന്ന് എടുക്കണം പ്ലീസ്. ഒരുത്തനെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ കൊണ്ട് തള്ളിയച്ച് നിന്ന് ഉത്തരവിടുന്ന പട്ടി. നോക്കി നിൽക്കാതെ വിലങ്ങ് വെക്കണോ? കൈ എടുക്കണം പൊന്നു. നിങ്ങൾ എന്തോ കാണിക്കുന്നത്? പത്രസ്ഥാപനമാണ്. കിളവ പഠിപ്പിക്കുന്നോടാ. അടിച്ചു ഒതുക്കണായി പട്ടിയെ. വിലങ്ങി വെക്കണായി പട്ടിയെ. എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ കാണിക്കുന്നത്? തല്ലരുത്. എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ കാണിക്കുന്നത്? വേണ്ട നിർത്താൻ.
അന്വേഷണം കണ്ടവന്റെ ഒക്കെ നെഞ്ചത്തൊട്ട് കയറ്റം എന്നിട്ട് ഒടുക്കം തന്നെ ഗതികേടും എന്റെ പത്രത്തിന്റെ മരമാ താനിന്ന് കെട്ടി കളഞ്ഞത് അറിയാമോടോ സ്റ്റുപ്പിറ്റ്. ഒന്ന് മാറിക്കേ. മാറ് മാറ്. പോട്ടെ നന്ദൻ, ടേക്ക് ഇറ്റ് ഈസി. I'll talk to the old man. He'll listen to me. കൂട്ടത്തിലൊരുത്തനെ തല്ലിച്ചതയ്ക്കുന്ന കണ്ടിട്ടൊന്ന് എതിർക്കാൻ ഒന്ന് നാവ് പൊന്തിക്കാനുള്ള തന്റെ ഇടം പോലും ഉണ്ടായില്ല ഒരുത്തനും. വർഗബോധമുള്ള ഒരൊറ്റ പത്രപ്രവർത്തനം ഉണ്ടായില്ലേ കൂട്ടത്തില് ഈ പാവം വാരിയൊഴിച്ച് അല്ലേ? കഷ്ടം. എടോ വാഴക്കാലി സർ, അറിയാലോ കേരളരശ്മി ഡയറക്ടർ എന്ന നിലയിൽ ഹീസ് മൈ സബ്ജക്ട്. ഇവരെയൊക്കെ പോലെ തന്നെ എന്റെ പ്രജയാണ് ഇയാളും സർ, ഈ നന്ദനും സർ. സോ ഡോണ്ട് ഡു എനി മോർ ഹാം ടു ഹിം. ഇനി തൊട്ടുപോകരുത്, കേട്ടില്ലേ സർ? I'll take care of you. വരട്ടടോ. നോക്കി നിൽക്കാതെ വലിച്ച് കേട്ടടോ അവനെ. സോ ആസ് ഐ എക്സ്പ്ലെയിൻഡ്, അതാണ് പോലീസിന്റെ സ്റ്റാൻഡ്. നന്ദഗോപാലന്റെ അറസ്റ്റ് തികച്ചും ന്യായയുക്തമാണ്. ആവശ്യമായ തെളിവുകളെല്ലാം പോലീസിന്റെ പക്കലുണ്ട്, ആവശ്യമായ രേഖകളുണ്ട്. ആൻഡ് വി ആർ പ്രൊസീഡിംഗ് വിത്ത് ദ കേസ്. ബട്ട് മിസ്റ്റർ സഭാപതി, ഈ അറസ്റ്റിന്റെ പ്ലീസ്, 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടിപ്പോ 45 മിനിറ്റ്സ് കഴിഞ്ഞു നമ്മള്. അല്ല ഡി ഐ ജി, നന്ദഗോപാലിനെ ഹീനമായി മർദ്ദിച്ചതിന്റെ പേരില്. പ്ലീസ്. ഭാസ്കരൻ എന്നല്ലേ? കീഴൂർ ഭാസ്കരൻ? അതെ. നമ്മുടെ ചന്ദ്രൻപിള്ളാണ്ടന്റെ പത്രം സന്ധ്യാമൊഴി ഇപ്പൊ വീണ്ടും തുടങ്ങി, റൈറ്റ്? അതെ. അപ്പൊ അണ്ണനോട് പറയണം, നമ്മൾ വൈകിട്ട് കാണുന്നു വിശ്വട്ടന്റെ ഗസ്റ്റ് ഹൗസിൽ, ബീച്ച് ഗസ്റ്റ് ഹൗസിൽ. അവിടെ വിളമ്പ ബാക്കി ഡീറ്റെയിൽസ്, റൈറ്റ്? അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്. എന്താ മോളിവിടെ? ഇരിക്കിരിക്കി. ഷോ, ഈ ഹോട്ട് കേക്ക് എന്ന് പറഞ്ഞാലുണ്ടല്ലോ മോളെ, ശരിക്കും അതാ സാധനം ഈ നന്ദഗോപാൽ. എന്റെ അമ്മേ, ഇതേ കണ്ടില്ലേ? ഒരുമാതിരി ടൈം ബോംബ് എടുത്തു വെച്ച് കൊടുത്തതുപോലെ ഇപ്പൊ അയാളുടെ അറസ്റ്റ്. സർ, ഞാൻ പറഞ്ഞാട്ടെ മോളെ, എന്താ വിശേഷിച്ച്? സർ, ഞാൻ 2 തവണ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഓ യെസ്, മറ്റേ ബെയിലിന്റെ പ്രശ്നം നന്ദഗോപാലിന്റെ. ദേ മോള് രണ്ടാമതും വിളിച്ച് ഫോണിങ് വെച്ച് അപ്പൊ തന്നെ DGP ഞാൻ വിളിച്ചു ചോദിച്ചു. സർ, ജാഗ്രത ശേഖരന്റെ മോൾ എന്നെ മറ്റേ ലൈനിൽ ഹോൾഡ് ചെയ്യുന്നു, നന്ദഗോപാലിനെ ജാമ്യത്തിലെടുക്കാൻ ചോദിക്കുന്നു, വിട്ടോട്ടെ എന്ന്. ഫോണിൽ കൂടി എനിക്കിട്ട് ഒറ്റ ആട്ടാ DGP. സർ പ്ലീസ്, എനിക്ക് നന്ദനെ. മോളെ ദേ നോക്ക്, ഇനി അങ്ങോട്ട് അധികം കയറി ഇൻവോൾവ് ആകരുത് മോളി നന്ദന്റെ കേസിൽ. അത് അപകടമാകും. മാത്രമല്ല ഇപ്പൊ തന്നെ പത്രക്കാരുടെ ഇടയിൽ അനാവശ്യമായ ഒരു ടോക്കുണ്ട് മോളെ നന്ദനെ കൂട്ടിയിട്ട്. What do you mean, sir? കുഞ്ഞെ, ദേ മരിച്ചുപോയ മോളുടെ ഡാഡിയുടെ സ്ഥാനത്ത് നിന്ന് പറയുവാന്ന് കരുതിയാ മതി ഈ അങ്കിള്. അതായത് പത്രമാഫീസറാ, ഡൽഹിന്നാ, അങ്ങ് മറ്റിടത്തുനിന്നൊക്കെ പറഞ്ഞ് പറ്റിക്കൊടുത്ത ചില സുന്ദര കുട്ടപ്പന്മാരുണ്ടല്ലോ, അവന്മാർ റാസ്കൽസ്. ചക്കരെ പൊന്നെ എന്നൊക്കെ പറഞ്ഞ അവന്മാരുടെ കാര്യം സാധിച്ചേച്ച് പുക്കൊന്നൊരൊറ്റ പോക്കങ്ങ് പോവും. കൊടുക്കന്തേ നാട്ടി കിടക്കുന്ന നമുക്ക് മാത്രം അതിന്റെ പേര് ദോഷം, മനസ്സിലായില്ലേ? Sir, please stop this. അയ്യോ, ദേ മോള് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കുട്ടിയുടെ പ്രായത്തുള്ള ഒരു മോള് അങ്കിളിനുണ്ട് വീട്ടില്, അതുകൊണ്ടാ അങ്കിള്. അറിയാം, അപ്പനോടുള്ള സ്വീറ്റ് റിവെഞ്ച് തീർക്കാൻ 19 വയസ്സിനുള്ളിൽ 2 അബോർഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 3ാമത്തേന് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു മോള് ഈയുടെ ബുക്ക് സ്റ്റാളിൽ കണ്ടപ്പോ. Sir, please, ഔദാര്യമായിട്ടല്ല, നന്ദന്റെ ഒപ്പം ജീവിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞ പെൺകുട്ടി എന്ന നിലയിൽ ഒരവകാശമായിട്ട് ചോദിക്കാൻ ഞാൻ. നന്ദിനെ ഒന്ന് കാണാനെങ്കിലും അനുവദിക്കോ നിങ്ങൾ എന്നെ? അവള് പോലീസിനെ ഭരിപ്പിക്കാനൊക്കെ ഇരിക്കുന്നു തന്തയുടെ ബാക്കിയായിട്ട്. എടീ കൊച്ചേ, ദേ ഇനി ഇവിടെ കൊണ്ടുവച്ചാൽ നമ്പർ കാണിച്ചാലുണ്ടല്ലോ ചവിട്ടിയെടുത്ത് നിന്നെ പുറത്തോളം ഞാൻ. ഇല്ല മിസ്റ്റർ സഭാപതി, അതിന് പോകുന്ന ആണത്തൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു കാലത്തും. സിൻസ് യു ആർ എ ഡർട്ടി സ്പൈൻലെസ് വർം. മറക്കണ്ട, നന്ദനെ കള്ളക്കേസിൽ കുടിക്കിയതിനും ഇപ്പോഴത്തെ ഈ ഇൻസൾട്ടിന് ഇഞ്ചുറിക്കും എല്ലാം ചേർത്ത് സഭാപതി കണക്ക് പറയുന്ന ഒരു ദിവസം ഉണ്ടാവും. യു ക്യാൻ സ്റ്റാർട്ട് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആർക്കും ആരോട് എന്ത് നെറിയേടാവാമെന്നായിരിക്കുന്നു. അല്ല, ഈ ചിത്രം ഇങ്ങനെ നമ്മൾ അച്ചടിക്കുന്നതിന്റെ പേരില് തനിക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ വിപിൻ? കേരളരശ്മിയിൽ ഹൂ ബോദേഴ്സ് സർ, അതും ഇങ്ങനെ ഒരു സിറ്റുവേഷനില്ല. അല്ലെങ്കിൽ തന്നെ പ്രശ്നം ആയി കഴിഞ്ഞു. ജാഗ്രതയുടെ സ്പെഷ്യൽ ഈവനിങ് എഡിഷൻ ഇറങ്ങി കഴിഞ്ഞത് മുതൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല ഓഫീസിൽ. ഫോൺ കോൾസ് ഉണ്ട്. മോള് വന്നല്ലോ. എന്തായി മോളെ, എന്തു പറഞ്ഞു വക്കീല്? ഇന്നിപ്പോ വല്ലാതെ വൈകി പോയി മാധവേട്ടാ. ഇനിയിപ്പോ നാളെ കഴിഞ്ഞേ മൂവ് ചെയ്യാൻ പറ്റൂ ജാമ്യത്തിന്. അല്ല, എനി ന്യൂസ് ഫ്രം ഫിറോസ്? ഇല്ല വിപിൻ, പെട്ടെന്ന് DGP വിളിച്ചിട്ട് ട്രിവാൻഡ്രത്തിന് പുറപ്പെടുന്നേ ഫിറോസ് പറഞ്ഞിട്ടുള്ളൂ ശില്പയോടും. അപ്പോൾ പിന്നെ അയാളും കൂടെ സ്ഥലത്തുണ്ടാകാൻ പാടില്ല എന്ന് ആരൊക്കെയോ മനഃപൂർവ്വം തീരുമാനിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഈ നാടകങ്ങൾ, അല്ലേ മോളെ?
പാവം നന്ദനിപ്പോ ഒക്കെ സഹിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈശ്വര. മോളെ തരല്ല. ചേച്ചി ചേച്ചി എന്താടാ എന്ത് പറ്റി? ചേച്ചി അയാള് ആരാടാ? ചേച്ചി വിശ്വനാഥൻ അയാളിങ്ങോട്ട്. എന്താ മാധവേട്ട, പണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിന് തമ്മിൽ കണ്ട പരിചയം പോലും തോന്നുന്നില്ലല്ലോ മുഖത്ത്. എന്തു പറ്റി? എന്താടോ വിശ്വൻ, താനിങ്ങനെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ വഴിക്ക്? ആ, പണ്ട് ജാഗ്രതയെന്ന് ആട്ടിയിറക്കപ്പെടുന്നതിന് മുൻപ് ഇളം പ്രായത്തിൽ ഒരുപാട് ചവിട്ടി നടന്ന വഴിയല്ലേ. ഒന്ന് ഓർമ്മ പുതുക്കി പോകാം എന്ന് കരുതി. പിന്നെ ശേഖരേട്ടൻ മരിച്ചപ്പോ തിടുക്കത്തിൽ പ്രസ് ക്ലബിൽ വന്നൊരു റീത്ത് വെച്ച് മടങ്ങിയതല്ലാതെ ഇവിടെ വരെ വന്നൊന്ന് ആശ്വസിപ്പിക്കാൻ പറ്റിയില്ല ഇവളെ. ഇപ്പോതാ നന്ദഗോപാലന്റെ വിരഹത്തിൽ മറ്റൊരു മഹാദുഃഖം കൂടി അനുഭവിച്ചു നിൽക്കുകയല്ലേ ചിരസ്മരണീയനായ വിപ്ലവകാരിയുടെ പുത്രി. അതുകൊണ്ട് വിശ്വനാഥൻ നേരിട്ട് വന്ന് കണ്ടെന്ന് സാന്ത്വനിപ്പിക്കാമെന്ന് കരുതി. എന്നിട്ട് എവിടെടോ നന്ദഗോപാലിന്റെ അറസ്റ്റ് ദുഃഖം ആചരിക്കാൻ ഇവളുടെ ഉത്തരവ് പ്രകാരം ഇന്ന് വൈകിട്ട് അച്ചടിച്ചിറക്കിയ സ്പെഷ്യൽ ഈവനിംഗ് എഡിഷൻ? പോലീസിന്റെ കാട്ടാളത്തം അനുവദിച്ചുകൂടാ. പ്രത്യേക മുഖപ്രസംഗം. ഇതിന്റെ 4ാമത്തെ പാരഗ്രാഫിൽ താൻ എന്നെ കുറിച്ച് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നന്ദഗോപാലന് നേർക്കുള്ള പോലീസിന്റെ ഹീന താണ്ഡവം അരങ്ങേറുമ്പോൾ കേരളരശ്മിയുടെ ഉമ്മറത്ത് വന്നിറങ്ങിയ ചീഫ് എഡിറ്റർ ഔദക്കുട്ടിയും ബോർഡ് മെമ്പർ വിശ്വനാഥനും ഈ നാടകത്തിലെ തങ്ങളുടെ വേഷങ്ങൾ മുൻ നിശ്ചയപ്രകാരം എന്ന് തോന്നിക്കും വിധം ആടിത്തീർത്തു എന്നറിയുന്നത് തികച്ചും വേദനാജനകമാണ്, ലജ്ജാകരമാണ്, ഒപ്പം അങ്ങേയറ്റം ജുഗുപ്സാവഹവും അല്ലേണോ? അപ്പോ പഴയ സഹന സമര നായകന്റെ ഞരമ്പിലുള്ള തീയും തീപ്പൊരിയും ഒന്നും അണഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും. എടോ മൂപ്പിനെ, വല്ലാണ്ട് വയസ്സായി പോയി, വടി കുത്തിപ്പോയി താൻ. അല്ലെങ്കിലുണ്ടല്ലോ. മിസ്റ്റർ വിശ്വനാഥൻ, ഒന്ന് നിർത്തണം നിങ്ങളുടെ പ്രസംഗം. ഓ, പഴയൊരു വലിയ പ്രക്ഷോഭകാരിയുടെ മകളല്ലേ. ഇടയ്ക്ക് ചിലപ്പോ ശബ്ദം ഉയരും, ശൗര്യം കൂടും ഇവൾക്ക്. അല്ലേ മാധവ്ജി? I said please. Shut up, you bloody... I said shut up!